മോളെ എന്നിട്ടേ എന്തൊരു ഉറക്കമായിട്ട്. മണി 10 ഒരു കപ്പ് കാപ്പിയുമായിട്ട് ആമയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്നത് അസിനിയൻ. തന്റെ മകന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന ആമയെ അവര് വിങ്ങുന്ന ഹൃദയത്തോടെ നോക്കി നിന്നു. തന്റെ മകനെ കുറിച്ച് ഓർത്ത് ആ അമ്മമനം തേങ്ങി. ഹബി എഴുന്നേൽക്കട. 2 കണ്ണും തെളിച്ചിട്ട് അവര് വീണ്ടും അവളെ കുരുക്കി വിളിച്ചു. ആമി പതിയെ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. ഒരുപാട് നേരമായ സിനിയമ്മേ. അവളെ എഴുന്നേറ്റിരുന്നു. സിനിയമ്മ അവളുടെ മുടിയെല്ലാം മാടി ഒതുക്കി വെച്ചു കൊടുത്തു. പിന്നെ 10 മണിയായി. താഴെ നിന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. വേഗം പലക തേച്ച് വായോ, ഈ കാപ്പിയും കുടിക്കും. സിനിയൻ കാപ്പി അവൾക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞു. അവരോട് നിരിക്കാൻ പറ സിനിയമ്മേ, ഞാൻ ദേ വരും. അവള് പറഞ്ഞത് കേട്ട് തലയാട്ടി. അവർ പുറത്തേക്കും പോയി. ആമി മടിയിലിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കി. എപ്പോഴും തന്റെ ഇഷ്ടത്തിന് എടുപ്പിച്ച ഫോട്ടോയെ താനും സഞ്ജയേട്ടും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. ആമി അവന്റെ മുഖത്ത് അമർത്തി ഒന്ന് വെച്ചു. പിന്നെ നെഞ്ചോട് തേർത്തി പിടിച്ച് കരഞ്ഞു. ഒരുപാട് നേരം. താഴെ ഹാളിലെ സോഫയിൽ ഇരിക്കുന്ന 4 പേര്. രേവതി, രേഷ്മി, ലീനി, പിന്നെ വിഷ്ണു. 4 പേർക്ക് ആമിയെ കാണാൻ അത്രയേറെ കൊതിയുണ്ടായിരുന്നു. ഫൈനൽ സെമസ്റ്റർ എക്സാം കഴിഞ്ഞതിന് ശേഷം ആമി എറണാകുളത്തേക്ക് പോയതിന് പിന്നെ അവർക്കാർക്കും ആമിയെ കാണാൻ പറ്റിയില്ല. ആമി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോ 4 പേരും അങ്ങോട്ടേക്ക് നോക്കി. നിറയെ പൂക്കൾ പ്രിന്റ് ചെയ്ത ഒരു കോട്ടൺ ചുരിദാറാണ് ആമിയുടെ വേഷം. ഒരു ഷാള് മാറിന് കുറുകെ വിട്ടിട്ടുണ്ട്. ഹബി. രേവതി ഇരുന്നെടുത്തുനിന്ന് ഓടിച്ചു ആമിയെ കെട്ടിപ്പിടിച്ചു. അതിന് പിന്നെ രേഷ്മയും ലീനയും ആമിയുടെ കണ്ണുകൾ തൊട്ടു. അവരുടെ കണ്ണുകളും നിറഞ്ഞു. എന്ത് പോലെ മോളെ ഇത്. രേവതി സങ്കടത്തോടെ ആമിയുടെ കൈകളിൽ പിടിച്ചു നോക്കി. നന്നേ ക്ഷീണിച്ചു പോയവള്. എപ്പോഴും കളിയാക്കി പറയുമായിരുന്നു അഭിരാമി ഉണ്ട തക്കിടിയാണെന്ന്. പക്ഷെ ഇപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ട് അവൾ ആകെ മാറിപ്പോയി. പഴയ ആമിയുടെ വെറും നിഴലി പ്രസന്നത കിട്ട തേജസ് വറ്റിയൊരു മുഖം. രേവതിക്ക് കരച്ചിൽ പൊട്ടി. വിഷ്ണു അവളുടെ കൈയിൽ പിടിച്ചു. ഹരിതൻ തലയനക്കി മറുകൈ കൊണ്ട് അവനെ ആമിയെയും ചേർത്ത് പിടിച്ചു. നിങ്ങളിരിക്കേ. സിനിയമ്മേ, ഇവർക്ക് കുടിക്കാനെടുത്തില്ലേ? ഒരു ട്രെയിൽ സ്കോഷുമോ അവർ അടുക്കളയിൽ നിന്ന് വന്നു. ആമി തന്നെ എല്ലാവർക്കും അതെടുത്ത് നൽകി. സിനിയമ്മ അവർക്കൊപ്പം വരുന്നു. വിനീത് എന്താ വരാതിരുന്നത്? കൂട്ടത്തിലെ കുറവ് കൊണ്ട് ആമി തിരക്കി. രേവതിയുടെ മുഖം അന്നേരം ഒന്ന് കുനിഞ്ഞു പോയി. ആമിക്ക് കാര്യം മനസ്സിലായി. അവൻ പിന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടില്ല പിന്നീട്. ഇല്ല. രേവതി കണ്ണുകളെ ശാസനയോടെ നിയന്ത്രിച്ചു. ഇന്നവനൊരു ഇന്റർവ്യൂ ഉണ്ട്. നിന്നെ കാണാൻ വരണമെന്ന് അവനും ഉണ്ടായി. പക്ഷെ മസ്റ്റായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. വിഷ്ണു അത് പറഞ്ഞത്. ആമിയാണോ എന്ന മട്ടി തലയനക്കി. കുറച്ചു നേരം അവർക്കിടയിൽ നിശബ്ദത തളം കിട്ടി. സഞ്ജയ് സാറിന് ശിക്ഷ കഴിയാൻ ഇനി എത്ര മാസം കൂടി ഉണ്ട്? വിഷ്ണു അത് ചോദിച്ചത്. അത് സിനിയമ്മയെ നോക്കി. പക്ഷെ ആമിയുടെ കണ്ണുകൾ കുറുക്കി. 2 അവര് മറുപടി പറഞ്ഞു. ശിക്ഷയോ? അതിനെന്റെ സഞ്ജയേട്ടന് എന്ത് തെറ്റിയത്? ഞാനില്ലേ, എന്നെയല്ലേ? ആമി പൊട്ടിക്കയറുന്നത് പെട്ടെന്ന്. സിനിയമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച്. വിഷ്ണുവിന് ചോദിക്കേണ്ടിരുന്നില്ലെന്ന് തോന്നിപ്പോയി. അവരുടെ കണ്ണുകളും കൂടെ നിറഞ്ഞു. വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കും പോയി. കൂട്ടത്തിലൊരാൾക്ക് അത് എന്നും കളിയും ചിരിയുമായി ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നിരുന്ന ഒരു കൂട്ടം എന്തിനീ വേദനകൾ കൊടുക്കുന്നു? പരസ്പരം പ്രണയിച്ച് ജീവിതം ജീവിച്ചു തുടങ്ങിയത് സഞ്ജയ് സാറും അഭിരാമിയും. പക്ഷെ അതിനു മുന്നേ ചില കഴുകന്മാർ. വിഷ്ണു ആ ചൂറിൽ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. സഞ്ജയേട്ടാ, നിങ്ങൾ വരുന്നുണ്ടോ? ഈ തേങ്ങ ചിറങ്ങി തരാവോ? കുക്കറിൽ വിസിൽ പൊങ്ങിപ്പോ ആമി അടുക്കളയിൽ നിന്ന് ഒച്ചകൂട്ട് ചെയ്യാം. ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്നു. അവിടെ എന്നുകൊണ്ട് തന്നെ അകത്തേക്ക് നോക്കി. പെണ്ണ് പിറുപിറുത്ത് ഇന്നത്തെ ദിവസം മുഴുവനും കൊളാക്കും. വരുന്നു. സഞ്ജു പത്രവും മടക്കി പിടിച്ച് അങ്ങോട്ടേക്ക്. കുറെ വെട്ടുകുത്തു കൊലപാതകം. അവനെ കൊന്നു, അവളെ കുത്തി പീഡിപ്പിച്ചു. ഇതൊക്കെ തന്നെയല്ലേ എന്നീ പത്രത്തിൽ അടിച്ചു വരണേ? ഇത്രക്ക് മലമറിച്ച് വായിക്കാൻ അതിനകത്ത് എന്തിരിക്കുന്നു? ആമി ഫ്രിഡ്ജിൽ ഒരു തേങ്ങ എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുന്നു. വരലൂടെ 2 കൈ വന്നവളെ ചുറ്റി. ഒപ്പം കവളിലൊരു ഉമ്മയും. ഓ വന്നോ? ആ പേപ്പർ മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് വന്നാ മതിയായിരുന്നല്ലേ? ആമി അവൻ ഉമ്മ വെച്ച് ഭാഗം തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോ
അവൻ വീണ്ടും അവിടെ പോച്ചു. കൂട്ടത്തിലൊരു കടി. സഞ്ജേട്ടൻ എന്റെ മുഖത്ത് മുഴുവനും പാട് വീഴും. ആമി വീണ്ടും അവിടെ തുറച്ചു. ഇങ്ങോട്ട് താടി, ഞാൻ ചിരവി തരാം. അവളുടെ കയ്യിൽ നിന്ന് തേങ്ങുവാ. അവൻ ചിരകാൻ തുടങ്ങി. ചിരകി തേങ്ങ ഒരു പിടിയെടുത്ത് ആമയ്ക്ക് നേരെ നീട്ടി. അവൾക്ക് വലിയ ഇഷ്ടം ഈ പച്ചത്തേങ്ങ. ആമി അവൾക്ക് നേരെ നീട്ടി കയ്യിലേക്കും ചിരിയോട് നോക്കി. പിന്നെ വാ തുറന്ന് വാങ്ങി കഴിച്ചു. ഞാനിന്ന് കോളേജിലേക്കില്ല സഞ്ജേട്ട, ഒരു പണിയും തീർന്നിട്ടില്ല. ഇനി ഒരുങ്ങി കെട്ടി എപ്പോഴാ? ആമി അവനോട് ചേർന്നുകൊണ്ടോട് പറഞ്ഞു. അത്രയും നേരം തെളിഞ്ഞു നിന്ന് അവന്റെ മുഖം ഇരുണ്ടു തുടങ്ങിയത്. ആമിക്ക് അവള് രണ്ടും പൊത്തി. എന്നെ തല്ലല്ലേട്ടോ. തല്ലിയിട്ട് എന്ത് കാര്യം, നന്നാവോ? സഞ്ജു മുഖം കുറിപ്പിച്ചു. ഇതാണ് ഈ പറയണത് രാവിലെ എഴുന്നേൽക്കാൻ. കുറച്ചു നേരം ഇരുന്ന് പഠിച്ചിട്ടേ അടുക്കളയിൽ കയറാം. അപ്പോഴേക്ക് ചോറ് ഞാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ. മുറ്റൊക്കെ ഒന്ന് തൂത്തിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറണം. എന്നിട്ട് പോയി കുളിച്ചൊരുങ്ങണം. അവൻ പറഞ്ഞു. എന്നാലേ നാളെ മുതൽ അങ്ങനെ ചെയ്യും. ഇന്ന് നമുക്ക് ലീവ് എടുക്കാം. നമുക്ക് പുറത്തൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലൊക്കെ പോയി വരാം. എപ്പടി? വേണ്ട, കറങ്ങൽ സിനിമ കാണുമൊക്കെ അത് ഹോളിഡേ. ക്ലാസ് ഉള്ളപ്പോഴേ ക്ലാസ്സിൽ പോ. എക്സാം കഴിഞ്ഞു ആകെ 2 ദിവസമല്ലേ നീ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. 5th സെമസ്റ്റർ എക്സാം ഷടവിടാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരും. സഞ്ജു തേങ്ങ ചെറിയ കഴിഞ്ഞ് കയ്യും കഴിക്കാം. പോ. അല്ലെങ്കിൽ എനിക്കറിയാം സഞ്ജേട്ടനെ എന്നേക്കാൾ വന്നത് കോളേജല്ലേ. എന്നോടൊരു തരം പോലും സ്നേഹമില്ല. ആമി അടവ് കയ്യിലിരിക്കട്ടെ കേട്ടോ. നടക്കില്ല മോളെ. അവളുടെ കവിളിൽ നിന്ന് അവൻ റൂമിലേക്ക് എത്തി. ബനിയൻ ഊരി മാറ്റി ടവലെടുത്ത് പൊടിക്കാൻ കയറുമ്പോ ആമി കാറ്റ് പോലെ പൊന്നിന്ന് ഒന്ന് പുറന്നു. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് സഞ്ജേട്ടനല്ലേ. ആ 2 വരി മാത്രം പാടി. ബാക്കി വരി മൂളിക്കൊണ്ട് സഞ്ജുവിന്റെ പുറത്ത് തുര ചുണ്ടു ചേർത്തുകൊണ്ട് ആമിയുടെ 2ാമത്തെ അടവ്. സഞ്ജു ആ പാട്ട് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു വന്നു ഇരു കൈകളും എടുത്തു പൊക്കി. ശരി, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം, സ്ഥിരമാക്കണ്ട. ആമി സന്തോഷത്തോടെ തലയാട്ടി കാണിച്ചപ്പോ ചിരിയോടെ തന്നെ അവളെ ചുണ്ടി മുട്ടി. സഞ്ജുവിനൊപ്പം ആദ്യത്തെ ഔട്ടിങ് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ആമി. കംഫർട്ടായി ഒരു ജീൻസും ടോപ്പും ധരിച്ച് ഒരു പോണിട്ടയിൽ കെട്ടി തലയിലൊരു ബേസ്ബോൾ ക്യാപ്പൊക്കെ വെച്ച് ഒരു ചെറിയ കുട്ടിയെ പോലെ ആമി ഇറങ്ങി. അവൾക്കൊപ്പം തന്നെ ഡ്രസ്സിംഗ് ഒട്ടും മോശമാക്കാത്ത സജ്ജം. കാറിലിരിക്കുമ്പോ ആമി വാചാലയായിരുന്നു. പോകേണ്ട സ്ഥലങ്ങൾ, വാങ്ങേണ്ട സാധനങ്ങൾ, കഴിക്കാനായിട്ട് ഓർഡർ ചെയ്യേണ്ട ഐറ്റംസ്, അങ്ങനെ നീണ്ടുപോയുള്ള പ്ലാനുകൾ അതെല്ലാം കേട്ട് തലയാട്ടി തിരിച്ചു വർത്താനങ്ങൾ പറഞ്ഞു. സഞ്ജുവും കൂടി മാളിലേക്കായി അവരാദ്യം വന്നത്. എത്ര തവണയോട് വന്നിട്ടുണ്ടെന്നറിയാം. എങ്കിലും ഇപ്പൊ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ്. മാളിലൂടെ നടക്കും. അവന്റെ കൈത്തണ്ടയിൽ ചുറ്റി പിടിച്ച് അവൾ പറഞ്ഞു. ഒരു കൊച്ചു കുട്ടിയെ പോലെ അവന്റെ കയ്യിൽ തൂങ്ങി അവൾ നടന്നു. ബുക്ക് സ്റ്റാളിലെത്തിയപ്പോ സഞ്ജു കുറച്ചു നേരം നോവലുകൾ എടുത്തു നോക്കി. പക്ഷെ അത് ആമയ്ക്ക് പറ്റിയ ഏരിയ ഒന്നുമല്ല. എങ്കിലും സഞ്ജുവോട് സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഒരുപാട് പിടിച്ചു വലിച്ച ആമ അവനെ ഫാഷൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോയത്. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്പുകൾ വാങ്ങി. അവൾക്ക് ചേരുമെന്ന് അവന് തോന്നി. കുറച്ച് ഡ്രസ്സും ഷൂവും വാങ്ങി. കോസ്മെറ്റിക്സ് വേണോന്ന് ചോദിച്ചു. അതിനൊക്കെ ഇവിടെ വലിയ ഓൺലൈനിൽ വാങ്ങാന്ന് അവൾ പറഞ്ഞപ്പോ അവളുടെ മറുപടി അവനങ്ങ് ബോധിച്ചു. പെണ്ണിന് കാര്യവിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഫണ്ടൂറെ കയറി കളിക്കണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞപ്പോ സഞ്ജു എതിർത്തില്ല. അവൻ കയറിയില്ല. ആമി റൈഡിലെല്ലാം ചാടിപ്പിടിച്ച് കയറി. അവൻ അതല്ല ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഒടുക്ക സീറോ ഗ്രാവിറ്റി കയറി. അത് കറങ്ങി തുടങ്ങിയപ്പോ അവന്റെ നെഞ്ചൊന്ന് പിടിച്ചു പോയി. പ്രതീക്ഷിച്ചപ്പോ ആമി കിളിപ്പോയതുപോലെ തന്നെയാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. അവളുടെ നിൽപ്പും മട്ടും കണ്ട് സഞ്ജു പരിസരം മറന്ന് ചിരിച്ചുപോയി. ഒരു നോൺ ഷോപ്പിൽ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ആമി ശില്പ മിസ്സിനെ അവിടെ കണ്ടത്. ശില്പ മിസ് അല്ലേ അത്? അവൾ അങ്ങോട്ടേക്ക് വിരലിച്ചു. സഞ്ജു അങ്ങോട്ടേക്ക് നോക്കി. അതെ, അത് ശില്പ. കൂടമ്പത്തിരി ചെറുപ്പക്കാരനുണ്ട്. സഞ്ജു ആമിയെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നു. ഹേ സഞ്ജയ്, നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. ഇനി നിങ്ങൾ ലീവ് എടുത്തോ? ഇവർക്ക് ഒരേ സങ്കടം, ഞാൻ എവിടെയും കൊണ്ടുപോകില്ലെന്ന്. അപ്പൊ പിന്നെ പരാതി അങ്ങ് തീർത്തു കൊടുക്കട്ടെ. ആമയുടെ തോളൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് സഞ്ജു സംസാരിക്കുന്നുണ്ട്. അത് ശരി, എപ്പോഴും ജോലിയും വീടൊന്നും പറഞ്ഞ് നടക്കുന്നല്ലേ. ഇടയ്ക്കൊന്ന് ഫ്രീ ആകണ്ടെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയത്. ശില്പ ചിരിച്ചു. അല്ല, ഇതാരും ശില്പയുടെ കൂടെയുള്ള ആളെ മനസ്സിലാവാതെ സംശയിച്ചു. ഓ, ദിസ് ഈസ് റോണി, എന്റെ റൂംമേറ്റ് ആണ്. റോണി, ഇത് സഞ്ജയ്. ഞാൻ പറയാറില്ലേ, ഇത് അവന്റെ വൈഫ് അഭിരാമി, എന്റെ സ്റ്റുഡന്റാ. അതിനോ ഒരുപാട് കേട്ടിട്ടുണ്ട്. റോണി സഞ്ജുവിനെ അമ്മയൊന്ന് വിളിച്ചിരിച്ചു. അവർ തിരികെ, നിങ്ങൾ എന്നാ ചെല്ലി, ഞങ്ങളുടെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഓക്കെ, ടേക്ക് കെയർ സഞ്ജയ്. ബൈ അഭിരാമി.
ആമിയുടെ കവലിൽ തന്നെ ശില്പി റോണിയും കടന്നുപോയി. ആമി അവർ രണ്ടുപേരെ അടിപൊളി നോക്കി. എന്താ നീ നോക്കണേ? ശില്പ മിസ്സിന്റെ സെറ്റപ്പാണ് തോന്നുന്ന ചേട്ടൻ. സെറ്റപ്പോ? പറഞ്ഞത് കേട്ടിട്ടില്ലേ? റൂംമേറ്റ് ഒരു മുറിയിൽ ഇവർ രണ്ടുപേരും. ശില്പ മിസ് ഒരു കില്ലാടി തന്നെ. ചിലപ്പോ ലിവിങ് ടുഗദർ ആയിരിക്കും. ആമി വാപത്ത് ചിരിച്ചു. അതെന്തെങ്കിലും ആട്ടെ, നീ എന്തിനാ ഇപ്പൊ അതൊക്കെ നോക്കി നടക്കണേ? ഇങ്ങോട്ട് വന്നേ. അവനവർ വലിച്ചുണ്ട്. പക്ഷെ മാളിനകത്തേക്ക് പ്രവേശിച്ച റോണിയും ശില്പം. ഇതല്ലേ മറ്റേ സഞ്ജയ് സാർ, പിന്നെ നിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ്? യെസ്. ഹൗ ഈസ് ഷീ? എന്റെ മോളെ, കിടിലൻ ചരക്ക് തന്നെ. ഫോട്ടോയെ കണ്ടപ്പോ കുറച്ച് സ്ലിമ്മായതുപോലെ തോന്നിയിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഷീ ഈസ് ഡെഫിനറ്റ്ലി സോ ഹോട്ട് ആൻഡ് സെക്സി. റോണിയുടെ മനസ്സിൽ ആമയുടെ രൂപലാവണ്യം മായുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് അഭിരാമി എന്ന്? ഷുവർ, ഐ ഓൾസോ ഫീൽ ക്രൈവിങ്സ്. സീരിയസ്? ശില്പ അന്ന് നോക്കിയിട്ട് കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു കണ്ണിറക്കി. പിറ്റത്തെ ദിവസം ആമി മടിയൊന്നും കൂടാതെ സഞ്ജുവിനൊപ്പം കോളേജിലേക്കും പോയി. ഒരുപാട് വിശേഷങ്ങൾ കൂട്ടുകാരിയോട് പറയാനുണ്ടായിരുന്നു അവർക്ക്. അത് കേൾക്കാൻ അവർ. ആമിയുടെ സന്തോഷം അവരുടെ ഒരു സന്തോഷമാണല്ലോ. സ്റ്റാഫ് റൂം, ടീച്ചേഴ്സ് എല്ലാരും വട്ടം നിന്ന് കുശലം പറച്ചില്ല. ബെല്ലടിച്ചു. ഓരോരുത്തരെ അവരവരുടെ ക്ലാസ്സിലേക്ക് പോയി. ശില്പയെ സഞ്ജു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴേ സഞ്ജുവിന്റെ ഫോണിലേക്ക് സിനിമ വിളിച്ചത്. അവൻ അറ്റൻഡ് ചെയ്തിട്ട് കോള് കട്ടായിപ്പോയി. അവൻ തിരിച്ചു വിളിക്കാൻ നേരത്ത് ഫോൺ പൈസ ഇല്ലെന്ന കാര്യം ഓർത്തു. ആരാ സഞ്ജയ്? ഷെൽഫിന്റെ ഏതോ ബുക്ക് തരുന്നു. ശില്പ ചോദിച്ചു. അമ്മ ഞാനടോ. എന്നിട്ട് തിരികെ വിളിക്കുന്നില്ലേ? ഫോണിൽ പൈസ ഇല്ലെന്നേ. ആമ്മയുടെ ഫോൺ വഴി വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഫോണിങ്ങൊന്നും തന്നെ. അമ്മയൊന്നും ഉടനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ പിന്നെ അതും മതി നമുക്ക് ടെൻഷൻ അടിക്കാം. അതിനെന്താ പറയും. ശില്പ അവളുടെ ഫോൺ എടുത്ത് ലോക്ക് മാറ്റി അവന് കൊടുത്തു. സഞ്ജു അവളെ ഒന്നും ചിരിച്ചിട്ട് അതിൽ നമ്പർ ഡയൽ ചെയ്ത് അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോഴും പെൻഷൻ അക്കൗണ്ടിലേക്ക് കയറുന്നില്ല. അതെന്താന്ന് ചോദിക്കാനാ വിളിച്ചത്. ഇപ്പൊ ക്ലാസ് അല്ല, അത് കഴിഞ്ഞ് നോക്കാന്നും പറഞ്ഞ ഫോൺ വിളിച്ചപ്പോ തന്നെ ശില്പയുടെ നമ്പറിലേക്ക് റോണിയുടെ മെസ്സേജും വന്നു. അവന്റെ ചെവി തട്ടി അത് ഓപ്പൺ ആകുകയും ചെയ്തു. സഞ്ജു സ്ക്രീനിലേക്ക് നോക്കുമ്പോ ഏതൊരു വാട്സപ്പ് ചാറ്റ്. അവൻ ഞെട്ടി. ബാക്ക് അടിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ വന്ന മെസ്സേജ് അവൻ കാണുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെയുള്ള റോണിയുടെ ചിത്രമാണ്. രണ്ടുപേരും നഗ്നര. സഞ്ജു ഒരു വട്ടവേ അതിലേക്ക് നോക്കിയുള്ളൂ. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോണി എന്ന് സേവ് ചെയ്ത നമ്പർ. ഫോട്ടോ ഉണ്ട്. അതിന്നലെ മാളി വെച്ച് കണ്ട ചെറുപ്പക്കാരനാണ് നാം തിരിച്ചറിയുകയും ചെയ്തു. സഞ്ജു മുകളിലെ ചാറ്റുകൾ വായിച്ചു. ഇതുപോലെ പലരുടെയും ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതിനെല്ലാം ശില്പയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സഞ്ജു തിരിഞ്ഞ് അവളെ നോക്കി. അവൾ ഇപ്പോഴും ഷെൽഫിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു വീണ്ടും തിരിഞ്ഞു അവന്റെ വാട്സപ്പ് വീഡിയോ എടുത്ത് നോക്കി. അവൻ ഞെട്ടിട്ട് അരച്ചു നിന്നു. ഈ കോളേജിലെ തന്നെ മിക്ക പെൺകുട്ടികളുടെ ഫോട്ടോ അതിലുണ്ട്. അതെല്ലാം ശില്പ അയച്ചിരിക്കുന്നത്. അതും കുട്ടികളുടെ പല ശരീരഭാഗം കൃത്യമായി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി മേലോട്ട് നോക്കിയപ്പോ ആ മീഡിയയിൽ ഒരു ഭാഗം മുഴുവൻ ഒരാള് മാത്രം തെളിഞ്ഞു നിന്നു. അവന്റെ അമ്മയുടെ യൂണിഫോമിലും കളർ ഡ്രസ്സിലും വീട്ടിലെ വേഷത്തിൽ നിന്ന് പല ആംഗിളിൽ നിന്നെടുത്ത അവളുടെ ചിത്രങ്ങൾ. സഞ്ജുവിന്റെ കൈ വിറച്ചു. തുടരും. പിന്നെ ഫ്രണ്ട്സ്, ഇതിൽ ഞാൻ നമ്മുടെ പാസ്റ്റ് പ്രസന്റ് മിക്സിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിലെല്ലാവർക്കും സംശയം സഞ്ജുവിന് എന്ത് പറ്റി. ഇപ്പൊ ചെറിയൊരു സൂചന കിട്ടിയില്ലേ? ബാക്കി നമുക്ക് വഴി അറിയാട്ടോ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ.